ഓക്കെ, സോ പൈത്തണിൽ നമുക്ക് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതായത് നമ്മളിപ്പം പൈത്തണിലെ ഡേറ്റ ടൈപ്സും ഓപ്പറേറ്റേഴ്സും കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്കൊരു പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പം ഒരു കാര്യം ചെയ്യുക, അതല്ല ആ കണ്ടീഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ ആ പ്രോഗ്രാമിൻ്റെ ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് ചെയ്യാനായിട്ട് പൈത്തണിൽ മെയിനായിട്ടും സിമ്പിളായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഈഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ഇതൊരു എക്സാമ്പിൾ കൊണ്ട് നമുക്ക് കണ്ടു നോക്കാം. സോ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് സിമ്പിളായിട്ട് സ്മോൾ ലെറ്റർ ഈഫ് എന്ന് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് നമുക്കൊരു ബൂളിയൻ എക്സ്പ്രഷൻ, അതായത് റിസൾട്ട് ബൂളിയൻ കിട്ടുന്ന എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ നമ്മളിവിടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മളിവിടെ കൊടുക്കണം. നമ്മൾ നേരത്തെ കണ്ടുപോലത്തെ തന്നെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ വേണമെങ്കിലും പോസിബിളാണ്. സോ ഇവിടെ ഞാൻ ജസ്റ്റ് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ട്രൂ എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാനൊരു സിമ്പിൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. പ്രിൻറ്റ് ഇൻസൈഡ് ഈഫ് ബ്ലോക്ക്. ദെൻ അതിനുശേഷം, അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ 4 സ്പേസസ്, ഈ ഈഫ് കഴിഞ്ഞതിന് ശേഷം 4 സ്പേസസ് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ടാബ് വിട്ടിട്ട് വേണം ഈ ഒരു ഇൻറ്റൻറ്റഡ് അതിൻ്റെ അകത്ത് വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുവാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എഴുതേണ്ടത്. ഓക്കെ, സോ സിംപ്ലിസിറ്റിക്ക് നമുക്കിത് മാത്രം കൊടുക്കാം. ഓൾറൈറ്റ്, സോ ഇവിടെ നമ്മൾ ട്രൂ ആണ് കൊടുത്തിട്ടുള്ളത് എന്നുകൊണ്ട് നമുക്ക് അത് സാറ്റിസ്ഫൈഡ് ആവുകയും ഈ ഒരു അകത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടഡ് ആവുകയും ചെയ്യും. സപ്പോസ് ഇവിടെ ട്രൂവിന് പകരം ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിലൊന്നും കിട്ടില്ല. കാരണം ഇത് ഫോൾസ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഈ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ പോകില്ല. ഇനി സിംപിളി ഇവിടെ ഡയറക്റ്റ് ട്രൂ ഓർ ഫോൾസ് എന്ന് കൊടുക്കുന്നതിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതിലല്ലേ കാര്യമുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ a = 20 ആൻഡ് b = 30 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എനിക്കിവിടെ ഒരു കമ്പാരിസൺ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അതായത് b is greater than 30. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ പ്രിൻറ്റ് ലൈക്ക് b is greater than a. Okay, b is greater than a. ഓക്കെ, സോ ഇവിടെ 30 ആയതുകൊണ്ടാണ്, അത് 20നേക്കാൾ ഹയർ ആയതുകൊണ്ടാണ് ഈ അകത്തോട്ട് പോയത്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയത്. സപ്പോസ് ഇവിടെ നമുക്ക് 3 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ദിസ് വോണ്ട് ബി എക്സിക്യൂട്ടിങ്. സോ ഒരു എക്സ്പ്രഷൻ ഫോൾസ് ആവുകയും ഇത് എക്സിക്യൂട്ട് ആവാതെ പോവുകയും ചെയ്യും. ഓക്കെ, സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസേജ് അങ്ങനെയാണ്. ഈഫ് എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. ഈ വേർഡ് നമുക്ക് മറ്റ് വേരിയബിൾ നെയിംസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഒരു എക്സ്പ്രഷൻ നമ്മളവിടെ കൊടുക്കും, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ദെൻ കോളൻ എന്ന് പറയുന്നത് മസ്റ്റാണ്. ഇനി ഈ ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ 4 സ്പേസസ് അല്ലെങ്കിൽ ഒരു ടാബ് ഇൻറ്റൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതും. ഇവിടെ നമുക്ക് ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് പോസിബിളാണ്. ഇവിടെ ഞാൻ ഒന്നുകൂടെ കൊടുക്കുവാണ്, ഇൻസൈഡ് ഈഫ് ബ്ലോക്ക്. ഓക്കെ, സോ ഇത് സാറ്റിസ്ഫൈഡ് ആവുന്ന അവസ്ഥയിൽ ഈ 2 കേസസും എക്സിക്യൂട്ട് ആവും. അതായത് ഈ പ്രിൻറ്റ്, ആദ്യത്തെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരും, സെക്കൻഡ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും വരും. ഇനി സപ്പോസ് ഇതിൻ്റെ പുറത്ത് ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഈ കണ്ടീഷൻ ട്രൂ ആയാലും ഫോൾസ് ആയാലും എക്സിക്യൂട്ട് ആവും. ഓക്കെ, സോ ട്രൂ ആവുന്ന കേസിൽ വി വിൽ ഹാവ് 3 ഔട്ട്പുട്ട്സ്. കാരണം ഇത് ട്രൂ ആവുന്നു, ദിസ് ലൈൻ എക്സിക്യൂട്ടഡ്, ദിസ് ലൈൻ എക്സിക്യൂട്ടഡ് ആൻഡ് ദിസ് ലൈൻ എക്സിക്യൂട്ടഡ്. നേരെ മറിച്ച് ഇത് ഫോൾസ് ആവുന്ന സിറ്റുവേഷനിൽ ദിസ് ഈസ് ബിക്കമിങ് ഫോൾസ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ആവില്ല, ഈ പ്രിൻറ്റും എക്സിക്യൂട്ട് ആവില്ല, ബട്ട് ലാസ്റ്റ് പ്രിൻറ്റ് ലൈൻ വിൽ ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, so that is about simple if usage in Python.